ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചക്ക വേവിക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം കുക്കറിലേക്ക് നമുക്ക് സ്ലൈസ്ഡ് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞങ്ങൾക്കിവിടെ സ്ലൈസ്ഡ് ഫ്രോസൺ ചക്കയായിട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ഇട്ട് നമുക്ക് ഒരു വിസിലാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങ, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ 3-4 കൊച്ചുള്ളി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സവാള യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ഇട്ട് അടിച്ചെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരപ്പ് തയ്യാറാക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചക്ക നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ചക്ക വേവിച്ചത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയ്ക്കകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഉള്ളതുകൊണ്ട് തന്നെ അത് ഡൈജഷൻ ഒത്തിരി നല്ലതാണ്. ഇതിപ്പോൾ മീൻകറിയും കൂട്ടിയാണ് കഴിച്ച് നോക്കുന്നത്. അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.